പോൾ മാസ്റ്ററിൽ ഒരു പാർട്ടി ഹെഡ് അതല്ലെങ്കിൽ ഒരു ഇലക്ഷൻ കമ്മിറ്റി എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക, അവർക്ക് കിട്ടുന്ന ഓപ്ഷനുകൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം എൻ്റർ ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക. പോൾ മാസ്റ്ററിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം സൈൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളൊരു ഗൂഗിൾ അക്കൗണ്ട് വെച്ചാണ് പോൾ മാസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ സൈൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുത്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രീനായിരിക്കും നിങ്ങളുടെ ഫോണിൽ കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സ് എത്ര ഉണ്ട് എന്നുള്ളത് കാണിക്കും. അതുപോലെ തന്നെ ഓരോ കാൻഡിഡേറ്റിൻ്റെ അടിയിലും എത്ര ലീഡേഴ്സിനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കും. ബൂത്ത് ഏജൻറ്റുമാരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ ഓവറോൾ നിങ്ങളുടെ ഒരു ട്രെൻഡ് എന്താണെന്നുള്ളത് ഈ ഒരു സ്ക്രീനിൽ കാണിക്കും. നിങ്ങൾക്ക് ഒരു പുതിയൊരു കാൻഡിഡേറ്റിനെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ട് പ്രസ് ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ് ലിസ്റ്റിൽ പോയി ആഡ് കാൻഡിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ ആഡ് കാൻഡിഡേറ്റ്സിൽ കാൻഡിഡേറ്റ്സിൻ്റെ ചിഹ്നം, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിൻ്റെ പേര്, കാൻഡിഡേറ്റ്സിന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ്, കാൻഡിഡേറ്റിൻ്റെ മൊബൈൽ നമ്പർ, അവർക്ക് വേണ്ട ഒരു ഡീഫോൾട്ട് പാസ്വേഡ്, അതുപോലെ തന്നെ ഏത് ഡിസ്ട്രിക്റ്റാണ്, എന്ത് ഇലക്ഷൻ ടൈപ്പാണ് എന്നുള്ളതെല്ലാം രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ കാൻഡിഡേറ്റ്സിനെ നിങ്ങളുടെ ഈ ലിസ്റ്റ് കാൻഡിഡേറ്റ്സിൽ കാണാവുന്നതാണ്. അതുപോലെ നമുക്ക് വാർഡ്, ഒരു കാൻഡിഡേറ്റ്സിനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ കാൻഡിഡേറ്റ്സിന് നമുക്ക് ഏത് വാർഡാണോ വേണ്ടത് ആ വാർഡ് നമ്മൾ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് ഈ 3 ഡോട്ട് പ്രസ് ചെയ്ത് അസൈൻ വാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഏത് പഞ്ചായത്താണ് അതല്ലെങ്കിൽ ഏത് കോർപ്പറേഷനാണ് സെലക്ട് ചെയ്യാം. ഏത് കാൻഡിഡേറ്റ്സിനാണ് നിങ്ങൾക്ക് അസൈൻ ചെയ്യേണ്ടത് ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഏത് വാർഡാണോ നിങ്ങൾക്ക് അസൈൻ ചെയ്യേണ്ടത് ആ വാർഡ് ജസ്റ്റ് അസൈൻ വാർഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അസൈൻഡ് ആവും.